നമ്മൾ ഇന്ന് പഠിക്കുന്നത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇക്വേഷൻസും ഐഡൻറ്റിറ്റീസും കിട്ടുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് ആദ്യം നോക്കുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് 3 ഇക്വേഷൻസ്, ഒരു ഇക്വേഷൻ പഠിച്ചാൽ 3 കിട്ടും. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത ഇക്വേഷൻ ഫോം ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ഈ 1 അതുപോലെ എഴുതി കൊടുക്കുക. ഈ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. നമുക്ക് ഒരെണ്ണം കിട്ടി, സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇനി നമുക്ക് ഇവിടുന്ന് ഇതേ ഇക്വേഷനിൽ തന്നെ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താ വരിക നോക്കാം. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താ വരിക നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഏതിനെ കൊണ്ടുപോകേണ്ടത്? കോസ് സ്ക്വയർ തീറ്റേനെ ഇവിടെ നിർത്തുക, എന്നിട്ട് അടുത്തതിന് വേണം നമ്മൾ കൊണ്ടുപോകാൻ. കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ഈ സൈൻ സ്ക്വയർ തീറ്റ ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. അതുപോലെ അടുത്തത് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇതേ സെയിം ഇക്വേഷനിൽ നിന്ന്, അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് അടുത്ത 3 ഇക്വേഷൻസും കൂടെ ഫോം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ അതിൽ നമ്മൾ അടുത്തത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇക്വേഷനെ ത്രൂ ഔട്ട് നമ്മളൊരു സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഈ ഇക്വേഷന് ഞാൻ ത്രൂ ഔട്ട് സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ നമ്മളെപ്പോഴും ഇക്വേഷനൊക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് ചെയ്യണം. ഇക്വേഷൻ്റെ 2 സൈഡിൽ ഡിവൈഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസിന് മാറ്റം വരും. അതുകൊണ്ടാണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്ത് വരും? 1. അപ്പോൾ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്, കോട്ട് വരും. കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ. 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ്. സൈനിൻ്റെ റെസിപ്രോക്കൽ കൊസീക്കാണ്. അപ്പോൾ എന്ത് വരും? കൊസീക്ക് സ്ക്വയർ തീറ്റ. കൊസീക്ക് സ്ക്വയർ തീറ്റ എന്ന് വരും. നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ഇതാണ്, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ തീറ്റ. ഇത് നമ്മുടെ 4th ഇക്വേഷനാണ്, 4th ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത 2 കൂടെ ഫോം ചെയ്യാം. അപ്പോൾ 5th വൺ, ഇതിൽ നമുക്ക് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എഴുതാം. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ത് വരും? കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ഈ 1 ഈക്വൽസ് അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അതായത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന എന്താണോ അത് മാത്രം ഇവിടെ നിർത്തിയാൽ മതി, മറ്റതിനെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ എന്ത് വരും? കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇപ്പോൾ ഒരു ഐഡൻറ്റിറ്റി കിട്ടി. ഇനി നമുക്ക് അടുത്തത്, ഇപ്പോൾ നമുക്ക് ഒന്ന് കിട്ടിയത് എന്താണ്? കൊസീക്ക് സ്ക്വയർ തീറ്റ. കൊസീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റയാണ്. പിന്നെ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. ഇനി നമുക്ക് 1 ഈക്വൽ ടു എന്ത് വരും നോക്കാം. 1 ഈക്വൽ ടു ഇവിടുന്ന് നമ്മൾ ഈ കൊസീക്ക് സ്ക്വയർ തീറ്റ അതുപോലെ തന്നെ എഴുതാം, മൈനസ് ഇവിടെ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ആണല്ലേ. ഈ കോട്ട് സ്ക്വയറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 കിട്ടും. നമുക്ക് ഈ 1 വേണമെങ്കിൽ ഈ സൈഡിലേക്ക് മാറ്റി എഴുതി കൊടുക്കാം, ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ 6th ഐഡൻറ്റിറ്റി കിട്ടി. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ അടുത്ത 3 കൂടെ ഫോം ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ത്രൂ ഔട്ട്, നേരത്തെ നമ്മൾ സൈൻ സ്ക്വയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ വരിക നോക്കാം. കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ബൈ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ എന്താ വരിക? സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ. ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് ബൈ കോസ് എന്ന് പറയുമ്പോൾ 1 ആകും അല്ലേ. അപ്പോൾ 1 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ബൈ കോസ്. 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്കാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 ബൈ കോസ് സ്ക്വയർ ഇതുകൊണ്ട് ഇവിടെ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് വരും. നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. ഇത് നമ്മൾ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. 1 പ്ലസ്
1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്ക് 7th ഐഡൻറ്റിറ്റി കിട്ടിയിട്ടുണ്ട്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. ഇനി നമുക്ക് 8 എഴുതാം. 8th വൺ എന്താണ്? ഇവിടുന്ന് നമുക്ക് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു എഴുതാം. ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. ഈ 1 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും? സീക്ക് സ്ക്വയർ തീറ്റ -1. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് 1 ഈക്വൽ ടു വെച്ചിട്ടും ഇതിന് ഡിഫറൻസ് കൊണ്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ എഴുതാൻ നോക്കാം. 1 ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എഴുതി, മൈനസ് ഈ ടാൻ സ്ക്വയർ തീറ്റ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് ആകും. അപ്പോൾ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. നമുക്ക് വേണമെങ്കിൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പഠിക്കാം, അല്ലെങ്കിൽ 1 ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്നും പഠിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് 3 ഐഡൻറ്റിറ്റീസ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ 9 ഐഡൻറ്റിറ്റീസ് നമ്മൾ ഒറ്റ വീഡിയോയിൽ പഠിച്ചിട്ടു.